നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം DCC സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. ഉടുമ്പന്നൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസഹായ നിധി വിതരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ ദിനം ആചരിച്ചു. കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഉദ്ഘാടന ചലച്ചിത്രമായ തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയുടെ പ്രദർശനം നടന്നു. ഞായറാഴ്ച വരെയാണ് ചലച്ചിത്രമേള നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി വ്യക്തികളാണ് പങ്കെടുത്തത്. ലോക സിനിമയിൽ നിന്ന് തിരഞ്ഞെടുത്ത മികച്ച സിനിമകളുടെ പ്രദർശനങ്ങൾ ഒരുക്കി 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. വരും 4 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷം തൊടുപുഴക്കാരെ സംബന്ധിച്ച് ഒരു ചെറിയ ഉത്സവം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതാണ്ട് 2005 ഇതിൻ്റെ തുടക്കം മുതൽ ഇത് അറിയാനും നോക്കിക്കാണാനും ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ചെറിയ തുടക്കത്തിൽ നിന്നും മാറി ഇന്ന് വലിയ ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ ഈ ഫെസ്റ്റിവൽ മാറിയിരിക്കുകയാണ്. തൊടുപുഴക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കലാരംഗത്ത് അതിലുപരി സിനിമയോടുള്ള ഒരു അടങ്ങാത്ത ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രമാത്രം അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും വിമർശിക്കാനും ഒക്കെ ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ളവർ ആണ് നമ്മുടെ നാട്ടുകാർ. വ്യത്യസ്തങ്ങളായ കഥകൾ അല്ലെങ്കിൽ സിനിമകൾ ഒക്കെ കാണാനൊരവസരം നമുക്ക് ലഭിക്കുകയാണ്. ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി V ജയചന്ദ്രൻ, ഭാരവാഹികളായ അനിത മുരളി, സനൽ ചക്രപാണി, ഡയസ് ജോസഫ്, MI സുകുമാരൻ, S അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഉദ്ഘാടന ചലച്ചിത്രമായ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റിയുടെ പ്രദർശനം നടന്നു. പ്രദർശനത്തിന് ശേഷം സംവിധായകൻ ഡെലിഗേറ്റുകളുമായി സംവദിച്ചു. രാത്രി 8:30 ബോസ്നിയൻ ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ഞായറാഴ്ച വരെയാണ് ചലച്ചിത്രമേള നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹ്രസ്വ ചിത്ര മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണം സംവിധായകൻ ദിലീഷ് നായർ നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ റസാഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും മുനിസിപ്പൽ കൗൺസിലർമാരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയിൽ ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് തകർന്നു. നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. റോഡ് നിർമ്മാണത്തിനായി മെറ്റലുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ വാഹനം കടന്നു പോവില്ലാത്ത പാതയിലൂടെ ലോഡുമായി വന്ന വാഹനത്തിന് കൊടുംവളവും കയറ്റവുമുള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു.
രാവിലെ 10:30ഓടെയായിരുന്നു അപകടം. കൊടുംവളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി റോഡിന് താഴ്ഭാഗത്തെ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വലിയ വാഹനം കടന്നു പോവില്ലാത്ത പാതയിലൂടെ ലോഡുമായി വന്ന വാഹനത്തിന് കൊടുംവളവും കയറ്റവും ഉള്ള ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. താന്നിമൂട് സ്വദേശി അബ്ദുൾ നാസറിന്റെ വീടാണ് തകർന്നത്. വീട് പൂർണ്ണമായും ഉപയോഗശൂന്യമായി. വീട്ടുപകരണങ്ങളും നശിച്ചു. തിരിക്കരുത് ഞാൻ പറഞ്ഞതാ. എന്നുവെച്ചാൽ പിന്നെ ഈ റോഡ് ബലമില്ലാത്തൊരു കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തിരിക്കരുത്. അങ്ങനെ എൻ്റെ അയൽവക്കക്കാരനും ഞാനിവിടെ കൂടി വണ്ടി അവിടെ നിർത്തി പിന്നെ ലോറിയുടെ പുറകിൽ വീലിന് ഊട് വെക്കുകയും ആ ഊട് നിൽക്കാതെ വണ്ടി വന്ന് എൻ്റെ വീട്ടിലേക്ക് മറിയുകയാണ്. എനിക്കിപ്പോൾ വീട് കൂടാതെ ഒരു 5 ലക്ഷം രൂപയാണ് എൻ്റെ ഉപകരണങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അലമാര, കട്ടില, സെറ്റി, TV, ബാക്കിയുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത്. മറ്റൊരു നിർവാഹമൊന്നുമില്ല. 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇത് വീടിനാണ് ഭീകരമായ ചിലവാണ്. എനിക്ക് ലോൺ ഉണ്ടായാലും ലോണെല്ലാം ഞാൻ പണിയെടുത്ത് തീർത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ നഷ്ടമാണിത്. കുട്ടികൾ സ്കൂളിലേക്ക്, മുതിർന്നവർ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തേക്കും പോയ സമയത്താണ് അപകടം നടന്നത്. ഇതിനാൽ വൻ ദുരന്തം ഒഴിവായി. വലിയ വാഹനം കടന്നു പോകാത്ത പാതയിലൂടെ ലോഡുമായി വാഹനം എത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനുമിടയാക്കി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം DC സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയിൽ ഊന്നി ഭരിക്കുന്ന BJP ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനവും ജനാധിപത്യവും അട്ടിമറിക്കുകയാണെന്നും ഇത് രാജ്യത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ബിജോയ് ജോൺ അധ്യക്ഷത വഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനും രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പേര് നീക്കം ചെയ്യുന്നതിനും ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിനെല്ലാ ഒത്താശയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെയും നടപടിക്കെതിരെ മുട്ടം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി TJ പീറ്റർ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോടിക്കണക്കിന് ദരിദ്ര ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ് ഇതെന്നും വർഗീയതയിൽ ഊന്നി ഭരിക്കുന്ന BJP ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനവും ജനാധിപത്യവും അട്ടിമറിക്കുകയും ലോകം അംഗീകരിച്ച രാഷ്ട്രത്തിന്റെ ദേശീയ നേതാക്കളെ നിന്ദിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന് അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധർണാസമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ബിജോയ് ജോൺ അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ NK ബിജു, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വിനയവർദ്ധൻ ഘോഷ്, ശ്യാം മനോജ്, KSU സംസ്ഥാന കമ്മിറ്റി അംഗം നസിയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചിഞ്ചു റോജിൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ MA ഷബീർ, അജി, മൈക്കിൾ പുരയിടം, സാബു തറയിൽ, KM മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗീത പുഷ്പൻ, സരിത ജോൺസൺ, ജിജി കുഴിയാനി, ദീപ്തി ജോൺസൺ, ജോസ് പൂപ്പാടി, ഷിബു ജേക്കബ്, KS ജോർജ്, VP ജോൺ, ജേക്കബ് തടിത്തിപ്ലാക്കൽ, അനന്തു അശോകൻ, ബിനോയ് വാഴമല, CR സിനോജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലിയോടനുബന്ധിച്ചുള്ള സംസ്ഥാന കലാമേള 17-18 തീയതികളിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ സംഘടിപ്പിക്കും. കലാമേളയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം ഓഫീസ് തുറന്നു. സ്വാഗത സംഘം ചെയർപേഴ്സൺ KP മേരി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കൈതമുക്ക് KGOA ഓഫീസിലാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലിയോടനുബന്ധിച്ചുള്ള സംസ്ഥാന കലാമേള തൊടുപുഴ അല്ലസർ കോളേജിൽ നടക്കും. ജനുവരി 17-18 തീയതികളിലാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500-ലധികം കലാകാരന്മാർ മത്സരങ്ങളിൽ പങ്കെടുക്കും. കലാമേളയുടെ സുഗമമായ നടത്തിപ്പിനായി തൊടുപുഴ കൈതമുക്ക് KGOA ഓഫീസർ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സ്വാഗത സംഘം ചെയർപേഴ്സൺ KP മേരി ഉദ്ഘാടനം ചെയ്തു. അതിലൂടെ നല്ല പരിചയമുള്ള പരിപാടി നടത്തി പരിചയമുള്ള ഇനിയും അടുത്തുള്ള ആളുകളുണ്ട്. ബാക്കി നമുക്ക് പറ്റുന്ന പോലെ സഹായം ചെയ്തു തരാം. അത് ചെയ്യുക. അതോടൊപ്പം തന്നെ വിളംബര ജാതിക്ക് ജീവനക്കാർ മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പോൾ മറ്റ് ഇവിടെ വന്നിട്ടുള്ള സംഘടനയുടെ ആളുകളും വിളംബര ജാതിക്ക് കുറച്ച് ആളുകളെ എത്തിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. ഉദ്ഘാടന ചടങ്ങിൽ TR സോമൻ, ലിനു ജോസ്, TM കാജറ, JNP വിജയൻ, ഡോക്ടർ ബോബി പോൾ, പ്രസുഭകുമാർ, വിശാഖ് PS, VB വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനറൽ കൺവീനർ JNP വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് സ്വാഗതവും വിശാഖ് PS നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലെ പ്രധാന ദേവീ ക്ഷേത്രങ്ങളിലൊന്നാണ് തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ പ്രദീപ സൂരജിന് കൂപ്പൺ നൽകിക്കൊണ്ട് ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ VP ബിജുമോൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഉത്സവത്തിന്റെ നോട്ടീസ് തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് പ്രകാശനം ചെയ്തു. ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് രാജീവ് രാമൻ പിള്ളയിൽ നിന്നും ട്രഷറർ PS മുരളി ഏറ്റുവാങ്ങി. നിരവധി ആളുകൾ പങ്കെടുത്തു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 4 വരെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലെ പ്രധാന ദേവീ ക്ഷേത്രങ്ങളിലൊന്നായ തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം വിപുലമായാണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് 2-നാണ്. പൊങ്കാല മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ഡോക്ടർ പ്രദീപ സൂരജിന് നൽകിക്കൊണ്ട് ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ VP ബിജുമോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പതിവുപോലെ ഈ വർഷത്തെ നമ്മുടെ പൊങ്കാല മഹോത്സവം മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ പൊങ്കാലയുടെ ആദ്യ കൂപ്പൺ വിതരണം ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു. ബാക്കി അതിനുവേണ്ട ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. എല്ലാ ഭക്തരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉത്സവത്തിനും പൊങ്കാല മഹോത്സവത്തിനും ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഉത്സവത്തിന്റെ നോട്ടീസ് തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PG ഹരിദാസ് പ്രകാശനം ചെയ്തു. ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് രാജീവ് രാമൻ പിള്ളയിൽ നിന്നും ട്രഷറർ PS മുരളി ഏറ്റുവാങ്ങി. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ കൈതപ്രം നാരായണൻ നമ്പൂതിരി, പ്രസിഡന്റ് PS പ്രകാശ്, സെക്രട്ടറി അനിൽകുമാർ വെൺമേൽ, മാതൃസമിതി കൺവീനർ രാജി രാജേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 26 മുതൽ ദ്രവ്യകലശത്തോടുകൂടി ആരംഭിക്കും. മാർച്ച് 4 വരെ ദ്രവ്യകലശം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം പൊങ്കാല അന്നപൂർണേശ്വരി അമ്മയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല മഹോത്സവം. എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിച്ചേരാൻ ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പന്നൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസഹായ നിധി വിതരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് കൈമാറി. ചടങ്ങിൽ ജനപ്രതിനിധികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ഉടുമ്പന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 17 പ്രതിനിധികൾക്കും ഇളംദേശം ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെയും ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെയും ഉൾപ്പെടെ 21 ജനപ്രതിനിധികളെ മൊമെന്റോ നൽകി ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് 6.5 ലക്ഷം രൂപ മരണമടഞ്ഞ മിനി ഫോട്ടോസ് ഉടമയുടെ ഭാര്യയ്ക്ക് കൈമാറി. ഉടുമ്പന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗത്തിൽ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീന നവാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, ശരത്ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിഷ എൽദോസ്, അഖിലേഷ് ദാമോദരൻ, മർച്ചന്റ്സ് അസോസിയേഷൻ അംഗവും 16-ാം വാർഡ് അംഗവുമായ KG ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ഉടുമ്പന്നൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി KR സാജു സ്വാഗതവും കമ്മിറ്റി അംഗം മേരി ഷിബു കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ ദിനം ആദരിച്ചു. കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ പോൾസി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, വാർഡ് കൌൺസിലർ സിനി തോമസ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളിൽ വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയവരെയും മുനിസിപ്പൽ ഭരണസമിതിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിനെയും അനുമോദിക്കുന്നതിനായി ഒരുക്കിയ പ്രതിഭാ ദിനാഘോഷം വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എല്ലാ രംഗത്തും നല്ല മികവുറ്റ രീതിയിൽ എല്ലാവരോടും സംസാരിക്കുവാനും ഏത് രംഗത്തും മാറി നിൽക്കാതെ സിസ്റ്റർമാർ അല്ലെങ്കിൽ അധ്യാപകർ പറയുന്ന രീതിയിൽ മുന്നോട്ട് വരികയും തങ്ങളുടെ കഴിവുകൾ ആ മേഖലകളിൽ പ്രകടിപ്പിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്താൽ ഇനിയുള്ള ലോകക്രമത്തിൽ നമുക്ക് ആരെയും ഭയപ്പെടാതെ അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടുള്ള ജീവിതത്തിലെല്ലാം വലിയൊരു മുതൽക്കൂട്ടാവും നിങ്ങളുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രമാത്രം കായിക പരിപാടികളിലെല്ലാം ഇത്തരത്തിലുള്ള വലിയ വിജയം നേടിയ നിങ്ങളെ എല്ലാവരെയും കോതമംഗലം നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് നാളുകളിൽ നിങ്ങളുടെ സ്കൂളിൻ്റെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട്
വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി പ്രതിഭാദിനം നിങ്ങളുടെ എല്ലാവരുടെയും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ പോൾസി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, വാർഡ് കൗൺസിലർ സിനി തോമസ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇവിടുത്തെ അധ്യാപനം ഞാൻ പഠിച്ച ആ രീതിയൊക്കെ എന്നിലെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ഒട്ടും മടിയില്ല എനിക്ക്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു ആളായി, മാതാപിതാക്കന്മാരുടെ അനുസരണയുള്ള മകളായി, പഠനത്തിൽ ഏറ്റവും നല്ല ഉന്നത നിലയിൽ പോകാനും, ഈ സമൂഹത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, ഈ സമൂഹത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ജീവിച്ചു പോകുമ്പോൾ സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടാതെ കല, ശാസ്ത്രം, പ്രവൃത്തി പരിചയം, സ്പോർട്സ് തുടങ്ങിയ മത്സരങ്ങളിൽ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ മികവ് പുലർത്തിയവരെയും, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് സംഘടനകളിൽ പ്രവർത്തന മികവ് തെളിയിച്ച് ഗ്രേസ് മാർക്കിന് അർഹത നേടിയവരെയും, KCSL മത്സര വിജയികളെയും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, MPTA പ്രസിഡന്റ് അനു ജോൺസൺ, PTA വൈസ് പ്രസിഡന്റ് സോണി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 4 പതിറ്റാണ്ടായി ലബോറട്ടറി മേഖലയിൽ സജീവ സാന്നിധ്യമായ മെട്രോപോളിസിന്റെ പുതിയ ബ്രാഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1 ദശാബ്ദമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന യൂടെക് കെയറുമായി സഹകരിച്ചാണ് മെട്രോപോളിസ് പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കല്ലേൽ കോംപ്ലക്സിൽ ആരംഭിച്ച മെട്രോപോളിസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലാബിന്റെ സേവനം വളരെ വലുതാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെട്രോപോളിസിന്റെ പുതിയ ബ്രാഞ്ച് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. യൂടെക് കെയറുമായി സഹകരിച്ചാണ് മെട്രോപോളിസ് പ്രവർത്തനം ആരംഭിച്ചത്. 4000-ൽ പരം ടെസ്റ്റുകൾ കൃത്യതയാർന്ന രീതിയിലാണ് മെട്രോപോളിസിൽ രോഗനിർണയം നടത്തുന്നത്. 8 സ്റ്റേജുകളുള്ള ക്വാളിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് ശാസ്ത്രീയമായി വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഓരോ ടെസ്റ്റും നടത്തുന്നത്. കൂടാതെ വീടുകളിലെത്തി സാമ്പിൾ കളക്ട് ചെയ്യുവാനും ഇവിടെ സൗകര്യമുണ്ട്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കല്ലേൽ കോംപ്ലക്സിൽ ആരംഭിച്ച മെട്രോപോളിസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ആതിര ജോഷി, മെട്രോപോളിസ് കേരള ഡയറക്ടർ രമേശ് കുമാർ, മെട്രോപോളിസ് കേരള ബിസിനസ് യൂണിറ്റ് ഹെഡ് ബിജു ആർ പിള്ള എന്നിവർ സന്നിഹിതരായിരുന്നു. 250-ലധികം ലാബുകളും 1500-ലധികം പേഷ്യൻസ് സർവീസ് സെന്ററുകളുമുള്ള മെട്രോപോളിസിൽ ഫുൾ ബോഡി ട്രൂ ഹെൽത്ത് പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് മെട്രോപോളിസ് കേരള ഡയറക്ടർ രമേശ് കുമാർ അറിയിച്ചു. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് 40 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇത് കൂടാതെ അതിന് മെട്രോപോളിസിന് NABL അക്രഡിറ്റേഷനും കോളേജ് ഓഫ് അമേരിക്കൻ പെത്തോളജിസ്റ്റിൻ്റെ അക്രഡിറ്റേഷനുണ്ട്. ഇതെല്ലാം കൂടി ഒരു 4500 ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു വലിയൊരു ലബോറട്ടറി ശൃംഖലയുടെ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ യൂടെക് കെയർ എന്ന സ്ഥാപനവും മെട്രോപോളിസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. മെട്രോപോളിസ് 40 വർഷമായെങ്കിലും കേരളത്തിൽ അത് 20 വർഷത്തോളം ആയി പ്രവർത്തിക്കുന്നു. കേരളത്തിൽ 28 ലാബുകളുണ്ട്. കൂടാതെ അനേകം കളക്ഷൻ സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർമാർക്കും പേഷ്യൻസിനും. അസുഖം കണ്ടുപിടിക്കാനും അസുഖം അതിനെ ഭേദമാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ലബോറട്ടറി ടെസ്റ്റുകൾ എത്രയും അത്യാവശ്യമാണ്. അപ്പോൾ അതോടൊപ്പം ക്വാളിറ്റിയുള്ള ലാബ് ടെസ്റ്റുകൾ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അത് ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യാനും ജനങ്ങൾക്കും ഉപയോഗമാവുള്ളൂ. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വളരെ ചെലവ് ചുരുങ്ങി ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തുടങ്ങുക, നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ്. അതാണ് ഒരു പ്രിവെന്റീവ് കെയർ ലബോറട്ടറി. യു ടേക്ക് കെയർ എന്ന് പറയുന്നത്. ഇപ്പം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കുക. വേറൊരാളിൽ അത് ഉത്തരവാദിത്വം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു 20 years കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിനെ, നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിന്റെ ആരോഗ്യം നീ തന്നെ സൂക്ഷിക്കുക. അതാണ് യു ടേക്ക് കെയർ.
അതാണ് അതിന്റെ സിമ്പിൾ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് അതിന് ഞങ്ങൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട്. ധാരാളം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്, ഈ അവയർനെസ് ക്യാമ്പുകൾ. അപ്പൊ ഈ ഒരു അസുഖ സ്റ്റേജിലേക്ക് പോവാതിരിക്കുക, ആ സ്റ്റേജിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് വരികയാണ്. ആ ഒരു കോൺസെപ്റ്റ് അതാണ് ഈ ചെയ്യുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 28 വരെ ഫാസ്റ്റിംഗ്, ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ, TSH ടെസ്റ്റുകളും അടങ്ങുന്ന പാക്കേജ് 99 രൂപയ്ക്ക് ലഭ്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ജനുവരി 10 മുതൽ 14 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി സുമേഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ജനുവരി 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു. രാജകുമാരി രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം നാളെ 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വളരെ പ്രൗഢി ഭംഗിയോടുകൂടി ആരംഭിക്കുകയാണ്. ഈ 5 ദിവസ കാലയളവിൽ നിരവധി ആയ കലാപരിപാടികളോടുകൂടിയും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളോടുകൂടി വളരെ ഭംഗിയായി നടത്തപ്പെടുകയാണ്. 14-ാം തീയതി നമ്മൾ കുരുവിള സിറ്റിയിൽ നിന്നും ഒരു ദേശഘോഷയാത്ര ഉണ്ട്. ആ ഘോഷയാത്ര തെയ്യം, അതുപോലെ കാവടി, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ വന്നാൽ ഉടനെ പുഷ്പാർച്ചന, അതുപോലെ വിശേഷ ദീപാരാധന, വിശേഷ പരിപാടികളൊക്കെ 14-ാം തീയതി നമുക്കുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മുടെ പ്രാദേശികമായ കലാപരിപാടികൾ, അതുപോലെ നാടൻ പാട്ട്, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവത്തിൽ സഹകരിച്ച് ഈ ഉത്സവം നല്ല രീതിയിൽ നടത്തുവാനുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദേശത്തിൻ്റെ ഈ രാജകുമാരി ഈ കലയുടെ ഒരു പ്രധാന ക്ഷേത്രമാണ് നമ്മുടെ അയ്യപ്പ സ്വാമി ക്ഷേത്രം. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താനാണ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷവും എല്ലാ രീതിയിലുള്ള ചടങ്ങുകളോടു കൂടി തന്നെ ഈ ഉത്സവ പരിപാടി നമ്മൾ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, നവകലശം, പഞ്ചഗവ്യം, ദീപാരാധന, ഗണപതി ഭഗവാന് അപ്പം മൂടൽ, അഷ്ടാഭിഷേകം, അൻപൊലിപ്പറ, സമൂഹ മഹാഗണപതി ഹോമം തുടങ്ങിയ പൂജാകർമ്മങ്ങൾക്ക് പുറമെ നൃത്തസന്ധ്യ, നാടൻപാട്ട്, കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് M മുകേഷ് MLA ഒരിക്കൽ പോലും മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. സിനിമാ നടൻ എന്ന നിലയിൽ ഒരു റോൾ താൻ ചോദിച്ചിട്ടില്ല. ആരെങ്കിലും ഒരു റോൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാനാണ് ശ്രമിക്കുന്നത്. അഭിനയവും പൊതുപ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ജനസേവനത്തിന് MLA ആവണമെന്നില്ല. കഴിഞ്ഞ 10 വർഷം തന്റെ റോൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുമെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ പറഞ്ഞു. തീർച്ചയായും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സേവനമല്ലേ, ജോലിയല്ലേ, മറ്റേ അഭിനയമല്ലേ ജോലി. അഭിനയിക്കുന്നുണ്ടോ ഇനി എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഇപ്പൊ ഇതിപ്പോ MLA ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ജനസേവനത്തിന്. കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരം. കൊല്ലത്തിന് എവിടെ ചെറിയൊരു കാര്യം വന്നാലും നമ്മൾ അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ്. MLA തുടരുമോ നടനായി തുടരുമോ? രണ്ടും. അല്ല, MLA നമ്മളല്ലേ തീരുമാനിക്കുന്നത്. നടനായിട്ട് എന്തായാലും പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ ആ സമയത്ത് നോക്കാം. മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല, ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കത്തുമില്ല. എന്നാൽ
ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഒരു റോള് ഞാൻ ചോദിച്ചിട്ട് ആരെങ്കിലും റോള് നല്ലത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ആ തരത്തിൽ ആ സ്കൂളിലാണ് ഞാൻ വന്നത്. അത് പ്രത്യേകിച്ച് നാടകത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടരുത്, ഇങ്ങോട്ട് തരുന്നത് ദി ബെസ്റ്റ് ആക്കി കൈ കൊടുക്കും. തീർച്ചയായും. അല്ല, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പാർട്ടി പറയട്ടെ. വികസനത്തിന്റെ എത്ര മാത്രം വികസനം കൊല്ലം 10 കൊല്ലത്തിനകത്ത് നേടി, അതിനു മുമ്പ് നേടി, അത് ആ വികസനം കറക്റ്റ് ആണോ? അത് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ കഴിയുന്ന തരത്തിൽ അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയും. റോള് ഗംഭീരമാക്കി. തുടർച്ച ഉണ്ടാവും. അത് തീരുമാനിക്കും. ഒരുപക്ഷെ മത്സരത്തില്ലെങ്കിൽ പോലും പ്രവർത്തനത്തിലുണ്ടാവും. തീർച്ചയായിട്ടും. ഇടുക്കി നെടുങ്കണ്ടം കലാർ സെഷനിലെ രാമക്കൽമയുടെ ഭാഗത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പുതുവേലിൽ അശ്വതി ഭവൻ അംബുജാക്ഷൻ എന്നയാളുടെ വീടിനോട് ചേർന്ന കൃഷിസ്ഥലത്ത് കണ്ടെത്തിയ പെരുമ്പാമ്പിനെ കുമളി റേഞ്ചിലെ കല്ലാർ സെഷൻ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ പിടികൂടി തമിഴ്നാട് വനമേഖലയിൽ എത്തിച്ച് തുറന്നുവിട്ടു. കല്ലാർ സെഷൻ പോസ്റ്റിലെ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. മലമ്പാമ്പ് നമുക്കൂടെ സഹായിക്കണം. എങ്ങനെ പിടിക്കും? നമ്മുടെ സാറന്മാരുണ്ടല്ലോ, ഈ ചാക്കിനകത്ത് പറ്റുമോ ആ കർമ്മം ചെയ്യുന്നവര്? ഏകദേശം ഒരു 10 അടിക്ക് മേളിൽ കാണാം അല്ലേ? എന്തോ ഏകദേശം 10 അടിക്ക് മേളിൽ കാണും അല്ലേ? മറിയുന്നു പഠിക്കാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് കയറാം, അതിനകത്ത് കയറാം. നമുക്ക് ഇവിടുന്ന് മേളിലോട്ട് പോകാം. വലിച്ചു മേളിലോട്ട് കയറിയോ സാർ? ഇതിനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഹുക്ക് ഇട്ട് ഇതിനകത്തോട്ട് കയറ് വേണോ സാറേ? എന്തെങ്കിലും കൊണ്ട് കെട്ടി ഒരു വച്ചപ്പെട്ട ചാകാരുന്നേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടം പോസ്റ്റ് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം DCC സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. ഉടുമ്പന്നൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസഹായ നിധി വിതരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ ദിനം ആചരിച്ചു. കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.